ഇടപ്പായം എന്ന എടപ്പാൾ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാലും കൂടിയ ഇടം. ടിപ്പുവിന്റെ പാലക്കാട്ടേക്കുള്ള പടയോട്ടക്കാലത്ത് ഇടയ്ക്ക് വെച്ച് പാളയമടിച്ച ഇടത്തിനെ അക്കാലത്തുള്ളവർ ഇടവും പാളയവും ചേർത്ത് വിളക്കി ഇടപ്പാളയം എന്നാക്കുകയും ചെയ്തുവെന്നാണ് പ്രമാണം. സാമൂതിരിപ്പടയും ഇടപ്പാളയത്തിൽ താവളമടിച്ചിരുന്നു എന്നൊരു പഴമൊഴിയുമുണ്ട്. ഇടപ്പാളയം എന്നറിയപ്പെട്ടിരുന്ന ഇടം പിന്നീട് എടപ്പാൾ എന്ന പേരിലേക്കുള്ള പരിണാമം കാലാന്തരെ സംഭവിച്ചതാണ്. നാലുവഴിയുള്ള പഴമയുടെ നാൽക്കവലയിലൂടെ കാളവണ്ടികളായിരുന്നു അധികവും സഞ്ചരിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ചുങ്കം പിരിവ് ആരംഭിക്കുന്നത്. എടപ്പാളിനോട് ലയിച്ചു ചേർത്ത് എടപ്പാൾ ചുങ്കം എന്ന നാമവും ഉത്ഭവിച്ചത് ഇതിൽ നിന്നുമാണ്. കോഴിക്കോട് നിന്ന് തൃശൂരിലേക്കും പൊന്നാനിയിൽ നിന്ന് പാലക്കാട്ടേക്കുമുള്ള പ്രധാന പാതകൾ കൂടിച്ചേരുന്ന ഇടം. 4 ദിശകളിലേക്കും ചരക്കുകൾ ഓടി നടന്ന പുരാതനമായ കാലം. എടപ്പാൾ അങ്ങാടിയിൽ ആയിരുന്നു പ്രധാന വ്യാപാരം. മറച്ചാലും മായ്ച്ചാലും മാഞ്ഞു പോകാത്ത പെരുമ. അത് കച്ചവടത്തിൻ്റെത് മാത്രമല്ല, ഇടകലർന്ന സംസ്കാരത്തിന്റെയും സാഹോദര്യത്തിന്റെയും ജാതിമതവക ഭേദങ്ങളില്ലാത്ത മനുഷ്യ സ്നേഹത്തിന്റെ കൊടുക്കൽ വാങ്ങലുകളുടെ സ്നേഹസമ്പന്നമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച മഹത്തായ ഒരിടം. അതായിരുന്നു എടപ്പാളങ്ങാടി.